രമാ മോഹൻ എന്ന സ്ത്രീയും അരുൺ ഹരി എന്ന മറ്റൊരു പുരുഷനും അവരുടെ രണ്ടുപേരുടെയും പേര് വരെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരാളുടെ കൂടി മരിച്ച ഒരാളുടെ കൂടി പേര് ലഭിക്കാനുണ്ട്. എന്തായാലും ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപമാണ് ഈ വലിയ അപകടമുണ്ടായിരിക്കുന്നത്. KSRTC ബസ് വിനോദസഞ്ചാരത്തിന് പോയ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞിരിക്കുന്നു, കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആംബുലൻസ് KSRTC കിടപ്പുണ്ട്. ഉണ്ണി വള ഇടുക്കി പുല്ലുപാറയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നുള്ളതാണ്. 30 അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. KSRTC ബസ്സാണ്. ബസ്സിലുണ്ടായിരുന്ന 36 പേരിൽ 3 പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോൾ പെരുവന്താനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോമിന സജി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ഡോമിന, ഇത് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നറിയുന്നു. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമാണോ താങ്കൾക്ക്? എന്റെ വാർഡ് പുല്ലുപാറയിൽ നിന്ന് 15 കിലോമീറ്ററോളം ഇപ്പുറത്താണ്. ഇപ്പോഴാണ് എനിക്കും വിവരം ലഭിച്ചത്. അവിടുത്തെ വാർഡ് മെമ്പറുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. 3, 4 വാർഡുകളിലെ മെമ്പർമാരുടെ 2 വാർഡുകളിലാണ് ഈ പ്രദേശം. അപ്പൊ 3-ാം വാർഡിലെ മെമ്പർ ഗ്രേസി ജോസുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 30 അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞിരിക്കുന്നത്. 3 മരണം നടന്നിട്ടുണ്ട്. മറ്റ് യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പെരുവന്താനം ഗ്രാമപഞ്ചായത്തിന്റെ ആംബുലൻസ് പോയിട്ടുണ്ട്. പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുവിനെ ഞാൻ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. ഫോൺ നെറ്റ്വർക്ക് കവറേജ് പ്രശ്നമുള്ള ഏരിയയാണ്, അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ ശ്രീമതി ഡോമിന സജി, ഈ എല്ലാവരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെമ്പർമാർക്കൊക്കെ ഞങ്ങളുടെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത വെച്ച്, നമ്മുടെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകത വെച്ച് ഈ വാർഡുകൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ അവിടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് 3-ാം വാർഡ് മെമ്പറെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മെമ്പർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണെന്നാണ് ഇപ്പൊ വിളിച്ചപ്പോ. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ്? പുല്ലുപാറയ്ക്ക് തൊട്ട് പറയും. പുല്ലുപാറയാണത്. പുല്ലുപാറ. താങ്കളുടെ വാർഡല്ല? അല്ല, എന്റെ വാർഡല്ല. ഞാൻ കുറച്ച് ദൂരെയുള്ള വാർഡിലാണ് ഞാൻ. ശരി, അപ്പൊ അവിടുന്ന് വിളിച്ചതനുസരിച്ചാണെങ്കിൽ ഈ 3 പേരുടെ മരണം ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് താങ്കൾക്ക് ലഭിച്ച വിവരം. ഇപ്പൊ ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെയാണ്. ഇത് വലിയ താഴ്ചയിലേക്കാണ് പറഞ്ഞത്. ആ പ്രദേശത്തെ കുറിച്ചൊന്ന് പറയാമോ? അപകടം ഉണ്ടാകുന്ന സ്ഥിരം മേഖലയാണോ? അതെ, നമ്മുടെ മുറിഞ്ഞുപുഴ മുതൽ പുല്ലുപാറ വരെയുള്ള മേഖലകളിൽ മിക്കവാറും അപകടങ്ങളുണ്ട്. കാരണം കൊടും വളവുകളാണ് അവിടെ. കൂടെ ചെറിയ മഞ്ഞും നമ്മുടെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകതയും മഞ്ഞും ഒക്കെ കാരണം വളവുകളിൽ അപകടം സാധാരണമാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചതാവാം. ഈ ബസ് താഴേക്ക് പോകാതിരിക്കാനുള്ള തടയൊന്നും അവിടെ ഇല്ലേ? ഉണ്ട്, അവിടെ ഉണ്ട്. അതിനെയും കടന്നായിരിക്കാം പോയിരിക്കുന്നത്. ഇടിച്ചു പോയതായിരിക്കും അല്ലെ? ഇടിച്ചു മറിഞ്ഞതായിരിക്കാം.
ഈ 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു എന്ന് പറയുമ്പോൾ അത്രയും തവണ ബസ് മറിഞ്ഞു, 3 പേരുടെ മരണം സംഭവിച്ചിരുന്നു. പരിക്ക് ഗുരുതരമല്ല എന്നാണോ? താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള 1-2 പേരെ വിളിച്ചിട്ട് അവരൊക്കെ രക്ഷാപ്രവർത്തനത്താണ്. നാട്ടുകാർ നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള കടക്കാരുണ്ട്. പുല്ലുപാറ നന്നായിട്ട് കടയുള്ള മേഖലയാണ്. ശബരിമല ബസ്സുകളൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് 10 മിനിറ്റ് വിശ്രമിച്ചിട്ടൊക്കെ പോകുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെയുള്ള ഒരാളെ പോലും വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. എല്ലാവരും രക്ഷാപ്രവർത്തനത്തിലാണെന്ന് തോന്നുന്നു. ആരുമായിട്ടും ബന്ധപ്പെടാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നൊരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ എത്ര സമയം എടുക്കും? ഇവരെ തൊട്ടടുത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. ഒരു 15 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. തൊട്ട് പുറകിൽ പീരുമേട് താലൂക്ക് 1 മിനിറ്റോളം കൊണ്ട് പുറകിലേക്ക് പോയാൽ താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. മുൻപിലേക്ക് പോയാൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും അതോടെ തന്നെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലും കുന്നേൽ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലും ഉണ്ട്. ശരി, ഞങ്ങൾ എന്തായാലും വരും മണിക്കൂറിൽ താങ്കളുമായി ബന്ധപ്പെട്ടോളാം. വളരെയധികം നന്ദി. ശ്രീമതി ഡോമിന സജിയാണ്, പെരുവന്താനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, നമ്മളോട് സംസാരിച്ചത്. എന്തായാലും അവർ പറഞ്ഞതനുസരിച്ച് ഇതൊരു സ്ഥിരം അപകട വളവ് തന്നെയാണ്, ഒരു വലിയ വളവാണ്. ആ വളവിൽ ആണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ബസ് 30 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ഇപ്പോൾ മരിച്ചവരുടെ പേരുവിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. രമാ മോഹൻ, അരുൺ ഹരി, സംഗീത്, ഈ 3 പേരാണ് മരിച്ചത്. ഇവർ 3 പേരും മാവേലിക്കര സ്വദേശികളാണ്. രമാമോഹനും അരുൺ ഹരിയും സംഗീതുമാണ് മരിച്ചത്. ഈ യാത്ര പോയ 34 അംഗ സംഘത്തിലെ 3 പേരാണ് ഇപ്പോൾ മരിച്ചത് എന്ന വിവരം പുറത്തുവരുന്നു. തഞ്ചാവൂരിലേക്ക് പോയി മടങ്ങും വഴിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. പുല്ലുപാറയ്ക്ക് സമീപമാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. 2 പുരുഷന്മാരും 1 സ്ത്രീയും അപകടത്തിൽ മരിച്ചു. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായാലും വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കൊടും വളവാണ്. ആ വളവിൽ നിയന്ത്രണം വിട്ട് ബസ് 30 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഇന്നലെ 3 മണിക്കാണ് അവർ മാവേലിക്കര ഡിപ്പോയിൽ നിന്നും യാത്ര തിരിച്ചത് എന്നാണ് നേരത്തെ ആ ബസ്സിലുണ്ടായിരുന്നവർ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ ബസ് താഴേക്ക് പോയി അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലെത്തിയവരാണ് ഇത്തരത്തിൽ ബസ് താഴെ അപകടത്തിൽപ്പെട്ടുവെന്നും രക്ഷിക്കണമെന്നുമുള്ള കാര്യം മറ്റുള്ളവരെ അറിയിച്ചത് എന്നുള്ളതും നമുക്ക് അത്ഭുതകരമായി തോന്നുന്നു. വളരെ താഴ്ചയിൽ നിന്ന് അവർ ഈ കുത്തനെയുള്ള ഇറക്കത്തിൽ നിന്ന് കയറി വന്ന് ബാക്കിയുള്ളവരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അവരുടെ വാക്കുകളും നമ്മൾ നേരത്തെ കേട്ടു. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. ആശുപത്രി വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ മാവേലിക്കര സ്റ്റേഷൻ മാസ്റ്റർ നമുക്കൊപ്പം ചേരുകയാണ്. താങ്കളുടെ പേരൊന്ന് പറയാമോ? സാർ കേൾക്കാമോ? സാർ താങ്കൾക്ക് കേൾക്കാമോ ഞാൻ ചോദിക്കുന്നത്? അദ്ദേഹത്തിലേക്ക് വരാം. ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറുകളുണ്ട്. എന്തായാലും 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. വലിയൊരു അപകടമാണ് നടന്നത്. 2 ജീവനക്കാരടക്കം 36 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. അതിൽ 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. PS സാഗർ തുടരുന്നുണ്ട്. സാഗർ, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഈ രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില സംബന്ധിച്ചു. അശ്വതി, ഈ അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. ഇവർ മാവേലിക്കര സ്വദേശികളാണ്. മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ, അരുൺ ഹരി എന്നിവരാണ് മരിച്ച 2 പേർ. മരിച്ചവരിൽ 3ാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ്, KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ പോയി തിരികെ വരുന്ന വഴിയാണ് അപകടമുണ്ടായത്. നിലവിൽ പരിക്കേറ്റവരെ പീരുമേട്ടിലെയും മുണ്ടക്കയത്തെയും ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞായറാഴ്ച വെളുപ്പിനാണ് ബസ് തഞ്ചാവൂരിലേക്ക് പോയത്. ഇന്ന് രാവിലെ ബസ് മാവേലിക്കര ഡിപ്പോയിൽ തിരിച്ച് എത്തേണ്ടതായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. ഈ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിൽ കൊടും വളവുകൾ നിറഞ്ഞ പ്രദേശത്താണ് അപകടം സംഭവിച്ചത്. ഈ മേഖല സ്ഥിരം അപകട മേഖലയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ഒരു വാഹനവും അപകടത്തിൽപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ അപകടം ഉണ്ടായ ഉടൻ തന്നെ ഹൈവേ പോലീസും മോട്ടോർ വാഹന വകുപ്പും എല്ലാം തന്നെ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തി. 34 യാത്രക്കാരും 2 ജീവനക്കാരുമാണ് ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവരെ മുണ്ടക്കയത്തെ ഈ പീരുമേടിലെയും താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ. ശരി സാഗർ, എന്തായാലും ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപമാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 30 അടി താഴ്ചയിലേക്കാണ് ബസ് വീണത്. വലിയൊരു വളവ് അവിടെ ഉണ്ടായിരുന്നു. ആ വളവിൽ നിയന്ത്രണം വിട്ട
നിയന്ത്രണം നഷ്ടമായ ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 3 പേർ മരിച്ചു. ആ ബസ്സിലുണ്ടായിരുന്നത് 36 പേരാണ്. 2 ജീവനക്കാരും 34 യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത്. തഞ്ചാവൂരിലേക്ക് മാവേലിക്കരയിൽ നിന്നും വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ബസ്സിൽ നിന്നും എല്ലാവരെയും പുറത്തെടുക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതേസമയം അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്ന രീതിയിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്.